ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ. ഭാഗം 2114. ഇന്ന് ഒക്ടോബർ മാസം 14-ാം തീയതി 287-ാമത്തെ ദിവസത്തിലെത്തി. ഒരു മനുഷ്യന് എല്ലാം നേടാൻ പറ്റുമോ എന്ന് വെച്ചാല് ഈ ലോകത്തിലുള്ള സർവ്വതും നേടാൻ പറ്റുമോ? അറിയില്ല. പറ്റുമായിരിക്കും. ക്രിസ്തുവേശു പോലും അതിങ്ങനെ അരമനസ്സോടെ സമ്മതിക്കുന്നുണ്ട്. ഒരുവൻ സർവ്വതും നേടിയാലും നേടാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. നേടുമായിരിക്കും. എന്റെയും ഒരുപക്ഷെ നിങ്ങളുടെയും ഈ ഓട്ടം, ഈ വെപ്രാളം എല്ലാം നേടുന്നതിന് വേണ്ടിയുള്ള പരക്കമ്പാച്ചിൽ തന്നെയാണ്. ആഗ്രഹത്തെക്കാളപ്പുറത്ത് അത്യാഗ്രഹവും ആർത്തിയുമാണ്. പക്ഷേ യേശു ചോദിക്കുന്നുണ്ട്, ഒരുവൻ സർവ്വതും നേടിയിട്ട് ഒടുവില് അവനവന്റെ ആത്മാവിനെ നഷ്ടമായാൽ നേടിയതൊക്കെ എന്താവും, എങ്ങനെയാവും, ആർക്കാവും, എന്തിനാവും? ഒരുവൻ എല്ലാം നേടാൻ വേണ്ടി ഓടുന്നതിനിടയിൽ എപ്പോഴും എവിടെയെങ്കിലും വെച്ച് എങ്ങനെയെങ്കിലും അവന്റെ ജീവനെ നഷ്ടപ്പെട്ടാലോ? അതുമൊന്ന് ചിന്തിക്കാനോ അല്പസമയം അതിനുവേണ്ടി ഒന്ന് ധ്യാനിക്കാനോ തീരെ കഴിയാത്ത മനുഷ്യരായി നമ്മൾ മാറി. അതിനുപോലും അല്പം സമയം ചെലവിടാൻ നമുക്കില്ലാതായി. നമ്മളുടെ ഈ ആർത്തിയുടെയും അത്യാഗ്രഹത്തിന്റെയും പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള പ്രയാണം, ഓട്ടം, അതിനിടയിൽ മറ്റൊരു കാര്യത്തിനും അല്പം പോലും സമയം ചെലവിടാൻ താല്പര്യമില്ലാതായി. അവനവന്റെ ശ്വാസത്തെ പോലും 1-2-3 മിനിറ്റ് നേരം ഒന്ന് ശ്രദ്ധിക്കാനായിട്ട്, ശാന്തതയില്, നിശ്ചലതയില് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നേരമില്ലാത്ത വിധത്തില് എല്ലാവരും ഇങ്ങനെ ഓടുകയാണ്. നേട്ടങ്ങളുടെ അർഹത ഒന്ന് പരിശോധിക്കേണ്ടതാണ്. നേട്ടങ്ങളുടെ അർഹതയും യോഗ്യതയും ഏതാണ്ടൊരു 3 ചോദ്യങ്ങൾ കൊണ്ട് അളന്നെടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഒന്ന്, എന്ത് നേടിയെന്നാണ്. ഓരോരുത്തരുടെയും കാലവും പ്രായവും ജീവിതവും അനുസരിച്ച് ഒന്ന് ചോദിച്ചു തുടങ്ങാം. ഒന്ന് ഉത്തരം കണ്ടെത്താനായിട്ട് തപ്പിത്തേടാം. എന്ത് നേടി? അതിന് എന്തൊക്കെ ഉത്തരങ്ങളും വിഭവങ്ങളും കിട്ടിയോ അത് നമ്മളെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് എത്തിക്കും. നേട്ടങ്ങളുടെ യോഗ്യതയും അർഹതയും ഒന്ന് അളക്കണ്ടേ, അറിയണ്ടേ? എന്ത് നേടി? രണ്ടാമത്, എന്തിനായിരുന്നു നേടിയത്? എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഇതൊക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചത്, ചേർത്ത് വെച്ചത്? മൂന്നാമത്തെ ചോദ്യം, എങ്ങനെ നേടിയെന്നാണ്. കുറെ കൂടി പ്രാധാന്യമാവുകയാണ്. എങ്ങനെ നേടി? ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ധൈര്യമുണ്ടോ? ഒരുവൻ സർവ്വതം നേടിയിട്ടും ഒടുവിൽ അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് ഫലം? ക്രിസ്തുയേശുവിനെ ഓർത്തുകൊണ്ട് ആമേൻ.